കടലിന്റെ അടിത്തട്ടിൽ കഴിയുന്ന ഓർ മത്സ്യത്തെയാണ് തമിഴ്നാട് തീരത്ത് നിന്നും കണ്ടെത്തിയത്. കടലിനടിയിൽ ഭൂകമ്പം പോലെയുള്ളവ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഈ ഓർ മത്സ്യം ഉപരിതലത്തിൽ എത്തുക എന്നാണ് വിശ്വാസം. ആശങ്കയ്ക്ക് കാരണം എന്താണെന്ന് മനസ്സിലായല്ലോ. അഞ്ജലി ജോണാണ് നമ്മുടെ കൂടെ ഉള്ളത്. അഞ്ജലി, ആ മത്സ്യത്തിന്റെ ആ നീളമൊക്കെ കണ്ടിട്ട് വേണമെങ്കിൽ കൗതുകത്തോടു കൂടി നോക്കിയിരിക്കാം. പക്ഷെ കാര്യങ്ങൾ അറിയുമ്പോൾ ഒരു ആശ്വാസമൊക്കെ ഉണ്ട്. സുനാമിയോ ഭൂകമ്പോ ഒക്കെ വരുമ്പോഴാണ് ഇത് മുകളിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ തന്നെ പകുതി ജീവനും പോയി. അതെ, പൊതുവേ നമ്മൾ ഈ കാണാത്ത തരം മത്സ്യത്തെയൊക്കെ നമ്മളിങ്ങനെ പെട്ടെന്ന് കാണുമ്പോൾ നമ്മളെല്ലാവരും ഒരു ആശങ്കയൊക്കെ പെടാറുണ്ടല്ലേ. കാരണം ഇത് പൊതുവെ കാണാറുള്ള ഒന്നല്ല, അതുകൊണ്ടായിരിക്കും ആളുകളുടെ ആശങ്ക പെട്ടെന്ന് ഉണർത്തുന്നത്. ഈ പറയുന്നത് ഓർഫിഷ് എന്ന് പറയും. ഏകദേശം 30 അടിയോളം നീളമാണ് ഇതിനുള്ളത്. നമ്മൾ കണ്ടൊരു റിബൺ പോലെയുള്ള ഇരിക്കുന്ന ഒരു മത്സ്യമാണ്. 30 അടിയോളം നീളമുണ്ട്. അപ്പോൾ സാധാരണയായിട്ട് ഇതിനെ വിളിക്കുന്നത് ഡൂംസ്ഡേ ഫിഷ് എന്നും പറയപ്പെടാറുണ്ട്. നമ്മുടെ ജപ്പാനിലാണ് അതിൻ്റെ പേര് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ ഡിസാസ്റ്ററും അതുപോലെ തന്നെ ഈ മീനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പേര് അവർ നൽകിയതാണ് ഡൂംസ്ഡേ ഫിഷ് എന്ന് പറയുന്നത്. അതൊരു വിശ്വാസം മാത്രമാണ്. ഈ പറയുന്ന പോലെ തന്നെ അവർ പറയുന്നത് ഇതുപോലുള്ള ഈ മത്സ്യങ്ങളിലൊക്കെ റെയറായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഈ പറയുന്ന പോലെ ഈ ഭൂകമ്പോ സുനാമിയോ അങ്ങനെ എന്തൊക്കെയോ വരുന്നു എന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകുന്ന സമയത്താണ് ഇതുപോലുള്ള മീനുകളൊക്കെ ഇങ്ങനെ സമുദ്രത്തിൻ്റെ അവിടെ ഭാഗങ്ങളിലൊക്കെ വന്നു ചേരുക. ഇതുപോലെ നമ്മുടെ ഇവിടെ തമിഴ്നാട്ടിൽ ഇവിടെ മത്സ്യബന്ധനത്തിൽ ഇറങ്ങിയ ആളുകളാണ്. അവർ വല വീശി അപ്പോൾ വലിയ എന്തോ ഒരു മീൻ കിട്ടി എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അവർ നോക്കിയപ്പോൾ ഇതുപോലുള്ള ഒരു ഓർ ഫിഷിനെ അവർ കണ്ടെത്തുന്നത്. ഈ ഓർ മത്സ്യത്തെ പെട്ടെന്ന് കണ്ടപ്പോൾ അവരുടെ ഉള്ളിൽ ആശങ്കയായിരുന്നു പെട്ടെന്ന് രൂപപ്പെട്ടത്. അതിന് കാരണമുണ്ട് കേട്ടോ. കാരണം 2011 നമ്മുടെ ജപ്പാനിൽ വലിയൊരു സുനാമി മുഴുവൻ ജപ്പാനെ വിഴുങ്ങി നമ്മളെല്ലാവരും ഓർക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ആശങ്കപ്പെടുത്തിയതാണ്. അപ്പോൾ അവിടെ പൊതുവെ ഈ ഒരു മത്സ്യത്തെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കാൻ വേണ്ടി ഞാൻ ആദ്യം പറഞ്ഞ പോലെ 620 മുതൽ 3500ഓളം ഒക്കെ സമുദ്രത്തിൻ്റെ അടിയിലാണ് ഇതുപോലുള്ള മീനുകളൊക്കെ ജീവിക്കുക. അപ്പോൾ അകത്തെന്തെങ്കിലും ഭൂചലനങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടാവുന്നതനുസരിച്ച് ഇവർ മുകളിലേക്ക് വരുന്നതാണ് അവരുടെയൊക്കെ ഒരു വിശ്വാസം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ വിശ്വാസം മാത്രമാണ്. കാര്യങ്ങൾ തന്നെ കേട്ട് വന്നാൽ മാത്രം മതിയല്ലോ. ഇപ്പോൾ ഇതിനെ തന്നെ കിട്ടിയെന്ന് പറയുമ്പോൾ ഈ പഴയ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതൊക്കെ മുകളിലേക്ക് വരുന്നത് ഭൂകമ്പോ സുനാമിയൊക്കെ ഉണ്ടാകാനാന്ന് പറയുമ്പോഴുള്ളൊരു വലിയ രീതിയിലുള്ള ഒരു ആശങ്ക പലയിടത്തും നിലനിൽക്കും. സ്വാഭാവികമാണ്. ഏതായാലും ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടില്ല കേട്ടോ, അതുകൂടി പറയുകയാണ്.